എൻഡോസൾഫാൻ അപമാനഭാരം കൊണ്ട് താൻ തലകുനിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സംസ്ഥാനം ചെയ്ത ദുരന്തത്തിന്റെ ഫലമാണിതെന്നും ഇതിൽ രാഷ്ട്രീയമില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടക്കുന്ന എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അനിശ്ചിതകാല സമരപ്പന്തലിലെത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. എൻഡോസൾഫാൻ ദുരിതബാധിതർ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 11ാം ദിവസം പിന്നിടുന്നു. പട്ടികയിൽ ഉൾപ്പെടുത്തി കാരണമില്ലാതെ ഒഴിവാക്കിയ എൻഡോസൾഫാൻ ദുരിതബാധിതരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ദുരിതബാധിതരുടെ അമ്മമാർ പ്രതിഷേധ സമരവുമായി തെരുവിലേക്കിറങ്ങിയത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സമരപ്പന്തലിലെത്തി ദുരിതബാധിതരുമായും സമരസമിതി ഭാരവാഹികളുമായും സംസാരിച്ചു. എൻഡോസൾഫാൻ അപമാനഭാരം കൊണ്ട് ഞാൻ തലകുനിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സംസ്ഥാനം ചെയ്ത ദുരന്തത്തിന്റെ ഫലമാണ് ഇതെന്നും ഇതിൽ രാഷ്ട്രീയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 2017 സെലക്ട് ചെയ്യപ്പെട്ട 1031 പേർ എത്ര കൊല്ലമായി? 7 വർഷമായി അവർ പുറത്തു നിൽക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ അപമാനകരമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അപമാനഭാരത്താൽ തലകുനിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം അത്ര ക്രൂരതയാണ് സ്റ്റേറ്റ് ഈ എൻഡോസൾഫാൻ പീഡിതരായ ആളുകളോട് അത് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ഇവിടെ എത്തിയത്. ഇനി തെരഞ്ഞെടുപ്പിന് മുമ്പ് 12, 13, 14, 15 4 ദിവസം മാത്രമാണ് നിയമസഭയുള്ളത്. 4 ദിവസമാണ് ബജറ്റിന്റെ ചർച്ചയാണ്. എങ്കിലും ഞാൻ നിങ്ങളോട് ഉറപ്പു പറയുന്നു, ഈ 4 ദിവസം വേറെ ഒരുപാട് കാര്യത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. എങ്കിലും എൻഡോസൾഫാൻ വിഷയം ഈ 4 ദിവസത്തിൽ ഒരു ദിവസം നിർബന്ധമായി ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരും. ഞാൻ തന്നെ കൊണ്ടുവന്നു. വീണ്ടും മുഖ്യമന്ത്രിയെ നേരിട്ട് കാണണമെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ച് ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ച് നിങ്ങൾക്ക് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിലകൊള്ളും എന്ന് ഞാൻ വാക്കു പറയുന്നു. ഇത് അനുവദിച്ച് കിട്ടുന്നത് വരെ നിങ്ങൾ നടത്തുന്ന പോരാട്ടത്തിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. ഒരു കാരണവശാലും ഈ വിഷയത്തിൽ ഒരു സാഹചര്യത്തിലും രാഷ്ട്രീയം കലർത്തില്ല എന്നുള്ള വാക്കുകൂടി ഞാൻ പറയാം. മുഖ്യമന്ത്രിയുമായി വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭയിൽ ഇക്കാര്യം അവതരിപ്പിക്കുമെന്ന് ദുരിതബാധിതർക്ക് ഉറപ്പു നൽകിയ ശേഷമാണ് പ്രതിപക്ഷ നേതാവ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.